പൊതുവെ എല്ലാവരും ദേഷ്യപ്പെടുക സംസാരിക്കുക. സ്കൂളിലേക്കാണേലും പിള്ളേരായിട്ടൊന്നും വലിയ അതൊന്നുമില്ല. പക്ഷേ ഇവിടെ വന്ന് ഒരു 1.5 മാസമൊക്കെ കഴിഞ്ഞപ്പം സുരേഷ് സ്വാമിയുടെ സത്സംഗങ്ങളും സുനിൽ ഉപദേശങ്ങളും അനുമോൻ്റെ ഉപദേശങ്ങളും കാര്യങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞപ്പം എല്ലാവരോടുള്ളൊരു മനോഭാവത്തിന് മാറ്റം വന്നു. എല്ലാവരും സൗമ്യതയോടെ പെരുമാറാൻ പഠിച്ചു. നമ്മുടെ അച്ഛനമ്മമാരെങ്ങനെ നമ്മുടെ അടുത്ത് ഇടപെടുന്നു അതുപോലെ തന്നെയാണ് എല്ലാവരും ഇടപെടുന്നത്. നമുക്കൊരു വിഷമം ഒരു സങ്കടം വന്നാലും എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവും. അങ്ങനെ നമുക്ക് ആവശ്യമുള്ള എല്ലാ സാധനവും എത്തിച്ചു തരാനും നമ്മുടെ കാര്യങ്ങൾ നോക്കി നടത്താനും എല്ലാവർക്കും നല്ല ഇഷ്ടമാണ്. എനിക്ക് എല്ലാവരും ഇഷ്ടമായിരുന്നു. ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല സന്തോഷമായിരുന്നു. വീട്ടിൽ നിൽക്കുന്നതിലും നല്ല ഇവിടെ വന്നപ്പോൾ നല്ല സന്തോഷം. പിള്ളേരെ കളിക്കുകയൊക്കെ ചിരിച്ച് അമ്മ എല്ലാ കുട്ടികൾക്കും അനാഥത്വം ഇല്ലാതാക്കും. നമ്മുടെ അമ്മയുള്ളതുകൊണ്ട് എല്ലാ കുട്ടികൾക്കും നല്ലതായിരിക്കും. അവർക്ക് പഠിക്കാനായാലും എന്തിനായാലും അമ്മ കൂടെ ഇന്നത്തെ പഠനമൊക്കെ ആയിരുന്നെങ്കിൽ ഇന്ന് സോഷ്യൽ ഇല്ല, മാത്സ് ടീച്ചറൊക്കെ വന്നില്ല. പിന്നെ മാത്സ് എൻ്റെ അച്ഛനമ്മയേക്കാൾ നല്ലത് എൻ്റെ സ്നേഹം എന്താ അറിയുന്നത് ഇവിടെ വന്നിട്ടാണ്. അമ്മ ഇത്രയധികം തന്നു. എൻ്റെ അച്ഛനമ്മയോട് അത്ര സ്നേഹം തന്നിട്ടില്ല തീർച്ചയായിട്ടും. എന്നുവെച്ചാൽ അവർ കാണുന്നു, പഠിക്കുന്നു, അത്രയേ ഉള്ളൂ. കൂടുതൽ നടത്തു വന്നിട്ടാ എന്ത് ചെയ്യുന്നടാ മോനെ, എന്തൊക്കെ വേണടാ, എന്തെങ്കിലും ആഗ്രഹമുണ്ടോ മനസ്സിൽ, അങ്ങനെ ചോദിക്കാനൊന്നും ഇല്ല. കാരണം വെച്ചാൽ അവർക്ക് അത് പറയാത്ത കാരണം ഒരു പക്ഷേ അവർ വിദ്യാഭ്യാസ കുറവ് കാരണമായിരിക്കാം എന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ഇവിടുത്തെ സ്ഥാപനത്തിൽ പോയി ഇങ്ങനത്തെ സ്ഥാപനത്തിൽ പഠിക്കാത്തതിൻ്റെ അങ്ങനെ അറിയില്ലല്ലോ, അങ്ങനെയൊക്കെ ഉണ്ടായിരിക്കും. പിന്നെ അപ്പോൾ അവർ അതിൻ്റെ ആ കുറവ് കാരണം ഇവിടെ വന്നപ്പോൾ എനിക്ക് കിട്ടിയത് നല്ല സ്നേഹം ഉണ്ടായിരുന്നു. എങ്ങനെ ജീവിക്കണം, അച്ഛനാരാ, അമ്മയാരാ, സഹോദരന്മാരെ എങ്ങനെ ഉണ്ടാകണം, അച്ഛനെങ്ങനെ, അങ്ങനെ നല്ല പഠിച്ച് നല്ല രീതിയിൽ പഠിച്ചു. പിന്നെ രാജാവ് കൊട്ടാരത്തിൽ കള്ളം കയറി കെട്ടിയിട എന്തുകൊണ്ട് സ്വർണ്ണ ചെയിൻ കൊണ്ട് അതിലെ മുമ്പോ രാജാവേ കൊട്ടാരത്തിൽ കള്ളം കയറി കെട്ടിയിട എന്തുകൊണ്ട് എലിവാലും കൊണ്ട് അയ്യോ
ചിക്കൻ ഞാൻ 7ൽ പഠിക്കുമ്പോഴാണ് എൻ്റെ അച്ഛനും അമ്മയും തമ്മിലുള്ള വേർപിരിവ്. അതിനുശേഷം ഞങ്ങൾ രണ്ടുപേരാണ്. അതിന് വീട്ടിൽ അതും കടവും ഇതെല്ലാം കൂടെ ആയപ്പോൾ അമ്മയ്ക്ക് താങ്ങാൻ പറ്റില്ല. അമ്മ ഒരാളല്ലേ ഉള്ളൂ. അപ്പോൾ ഇതും കൂടെ ഒക്കെ ആകുമ്പോൾ അമ്മയ്ക്ക് താങ്ങാൻ പറ്റില്ല. ഞങ്ങളെ ഇങ്ങോട്ട് കൊണ്ടാക്കി. അമ്മയ്ക്ക് അവിടെ നിർത്തി പഠിപ്പിക്കണമെന്നാലും അമ്മയ്ക്ക് എല്ലാം കൂടെയൊക്കെ എങ്ങനെ, അമ്മ ഒരാളല്ലേ ഉള്ളൂ. അതാണ് ഞങ്ങൾ ഇങ്ങോട്ടാക്കിയത്. അമ്മ ഇപ്പം മേശിരിമാരുടെ മൈക്കാടിനൊക്കെ പോകും. വീട്ടിൽ അമ്മ ഇപ്പോൾ കൊണ്ടുവരുന്ന അപ്പോഴും ഞാൻ കഴിഞ്ഞ വർഷം ഒരു ഹോസ്റ്റലിൽ നിന്നാണ് പഠിച്ചത്. അവിടെ നിന്ന് പഠിച്ചിട്ട് അവിടെ സന്തോഷിച്ച് ഇവിടെ വന്നതിന് ശേഷം എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഇവിടെയുള്ള ചേച്ചിമാരും എല്ലാവരും ഭയങ്കര സ്നേഹമാണ്. ഇവിടെയുള്ള ശാന്തേച്ചി, രാധമ്മ, ഇവരെല്ലാവരും അമ്മയെ പോലെയാണ് ഇവരെല്ലാവരും. ഒരു അമ്മയ്ക്ക് ഇവിടെയുള്ള സ്നേഹം എല്ലാം. അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. ഇവിടെ മോൾക്ക് കിട്ടുന്ന ഭക്ഷണത്തിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഭക്ഷണം ഏതാ? കഞ്ഞി. കഞ്ഞിയാണ് ഇഷ്ടം. അതില്ല, കഞ്ഞി ഇഷ്ടപ്പെട്ട കാരണം വേറെ കുട്ടികളോടൊക്കെ അവർ ചോദിച്ചു, അയ്യോ ഞങ്ങൾക്ക് കഞ്ഞി ഇഷ്ടമല്ല, ഞങ്ങൾക്ക് ചപ്പാത്തിയൊക്കെ ഇഷ്ടം. അത് നമ്മൾ കഞ്ഞി പറയാൻ ഇഷ്ടം. ഇപ്പം മോളുടെ ചേച്ചിമാര്, മോള് പറഞ്ഞ ചേച്ചിമാരും എല്ലാവരും ഭയങ്കര സ്നേഹമൊക്കെയാണ്. ഏത് രീതിയിലാണ് മോക്ക് അങ്ങനെ തോന്നിയത്? ചേച്ചിമാരുടെ സ്നേഹം എങ്ങനെയാണ് മോക്ക്, എന്താണ് അനുഭവപ്പെട്ടത്? സ്വന്തം അനിയത്തിമാർ പോലെയാണ് ഇവരെല്ലാവരും. അങ്ങനെ സ്കൂളിൽ പോകുമ്പോഴൊക്കെ എൻ്റെ കൂടെ പോവും, എൻ്റെ കൂടെ വരും, എന്നോട് സംസാരിക്കും. അമ്മയാണ് പാവപ്പെട്ടവർക്ക് എല്ലാവർക്കും. അച്ഛനും അമ്മ ഇല്ലാത്തവർക്ക് എല്ലാവർക്കും അമ്മയാണ്. അച്ഛനും അമ്മയും എല്ലാവരും. ആരും വിഷമിക്കരുത്, അതാണ് അമ്മയ്ക്ക് വേണ്ടത്. ഇത്രയൊക്കെ അമ്മയ്ക്ക് എനിക്ക് കൊടുക്കാൻ പറ്റിയത് അമ്മയ്ക്ക് പഠിപ്പ് എങ്ങനെയാണ് പഠിച്ചു കൊടുക്കേണ്ടത്. ഞങ്ങൾ 4 പിള്ളേരും അച്ഛന് മാത്രമേ ഉള്ളൂ. എൻ്റെ അച്ഛൻ വീട്ടിൽ ഭയങ്കര അടിയൊക്കെ ആയിരുന്നു. അങ്ങനെ അമ്മയ്ക്കും ഇങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ആയിട്ട് അമ്മ വിഷം അടിച്ചു. ഞാൻ 2ൽ പഠിച്ചിരുന്നു. അമ്മേനെ എപ്പോഴും ചുമ്മിട്ട് അടിക്കുകയെല്ലാം ചെയ്യുമായിരുന്നു. എന്താ കയ്യിലുള്ള കമ്പിയാണെങ്കിലും അതെടുത്തിട്ട് അടിക്കുകയെല്ലാം ചെയ്യും. വീട്ടിൽ നിന്നിപ്പം കണ്ട അമ്മയുടെ തലയും പൊട്ടി ചോരയൊക്കെ വരികയൊക്കെ ചെയ്യുന്നു. പിറ്റേ ദിവസം അങ്ങനെ ആശുപത്രിയിലൊക്കെ കൊണ്ടുപോവുകയൊക്കെ ചെയ്തു. അങ്ങനെ ആശുപത്രിയിൽ പോയിട്ട് അവിടെ നിന്ന് ഡോക്ടർമാരെല്ലാം മരുന്നൊക്കെ വെച്ച് കൊടുക്കും. പിന്നെ വീട്ടിൽ പിന്നിട്ട് അടിക്കുകയൊക്കെ ചെയ്യും. അങ്ങനെയൊക്കെ ഞങ്ങളപ്പുറത്ത് എൻ്റെ ചേച്ചി എപ്പോഴും എൻ്റെ അടുത്ത് പറഞ്ഞു നമുക്ക് വിഷം അടിക്കാമെന്ന് പറഞ്ഞ് നിൽക്കായിരുന്നു. അപ്പം എൻ്റെ ചേട്ടൻ പറഞ്ഞു നമുക്ക് എന്തെങ്കിലും ഭാഗ്യം വരുകൂടി ഇപ്പോഴും അടിക്കൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞ് ചേട്ടൻ നല്ലൊരു മനസ്സിലാക്കി തരാമെന്ന് വെച്ചാൽ. എൻ്റെ ചേട്ടൻ ഇവിടെ ആയിരുന്നു. എൻ്റെ ചേട്ടൻ്റെ കൂട്ടുകാരനാണ് ഇവിടെ എൻ്റെ ചേട്ടനെ കൊണ്ടുവരികയെല്ലാം ചെയ്തത് രാത്രി തന്നെ. അന്ന് ഭയങ്കര കഷ്ടപ്പാടൊക്കെ ആയിരുന്നു. പിന്നെ ഇവിടെ വന്നാൽ പിന്നെ അത്ര കഷ്ടപ്പാടൊന്നുമില്ല. നമ്മുടെ വീട്ടിൽ ഒത്തിരി വിഷമമൊക്കെ ആയിട്ട് ഇതൊക്കെ ആയിരുന്നു. ഇവിടെ വന്ന് അങ്ങനെ വിഷമമൊന്നുമില്ല, നല്ല സന്തോഷമാണ് എല്ലാവരുമായിട്ട്. കൂട്ടുകാരികളൊക്കെ എല്ലാവരും നല്ല കൂട്ടുകാർ. ഏതൊക്കെ രീതിയിലാണ് അവർ നിങ്ങളെ സഹായിക്കുന്നത്?
നല്ല സ്നേഹവും എല്ലാം ഉണ്ട്. പഠിക്കുന്നതിലാണെങ്കിലും നല്ലതായിട്ട് സഹായിക്കുകയെല്ലാം ചെയ്യുന്നുണ്ട് അവർ. പാട്ടുകാരിയാണ്. എനിക്ക് സൈക്കാട്രിസ്റ്റ് പഠിക്കാനാണ് താല്പര്യം. ടീച്ചറാണ്. എനിക്ക് എഞ്ചിനീയർ ആകാനാണ് ആഗ്രഹം. വളരെ നല്ല നിലയിൽ എത്തിച്ചിട്ട് എനിക്ക് നല്ലൊരു നിലയിലേക്ക് അനിയത്തി എന്താവണമെന്നാണ് Hãy subscribe cho kênh Ghiền Mì Gõ để không bỏ lỡ